ആ ചെക്കൻ ആ ക്യാമറ എന്തിനാ അങ്ങനെയിട്ട് കറക്കിയെന്നല്ലേ? I'll tell you. So today I'll take you through a day in my life. മറ്റേ സാധനം രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായി കുറച്ച് പെർഫ്യൂം അടിച്ച് ഇറങ്ങാന്ന് വിചാരിച്ചു. എന്റെ പുതിയ ലെനൻ പാൻസ് കൊള്ളാമോ? ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് നേരെ നമ്മൾ എങ്ങോട്ടാ പോയി? നമ്മുടെ ക്യാമറ സ്കാനിലോട്ട്. ഫോർ എനി ക്യാമറ റിലേറ്റഡ് തിങ്സ് ഗോ ടു ക്യാമറ സ്കാൻ. ചെന്നപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി എൻ്റെ അനിയൻ്റെ പുറകെ കുറേ നേരം നടന്നു. ഒന്നും കിട്ടിയില്ല. അങ്ങനെ കുറേ നേരം പുറകെ നടന്നപ്പോൾ അവൻ പറഞ്ഞ ഒരു സൂത്രം കാണിച്ചു തരാൻ വരാൻ പറഞ്ഞിട്ട്. പുതിയ ക്യാമറ സ്ട്രാപ്പാ. 70-80 കിലോ തൂങ്ങിക്കിടക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് തൂങ്ങിക്കിടക്കാൻ നോക്കിയതാ കണ്ടത്. വളരെ സ്ട്രോങ് ആണ് ഗൈസ്, വളരെ സ്ട്രോങ് ആൻഡ് ഇറ്റ്സ് വെരി ചീപ്പ് ഓൾസോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ക്യാമറ സ്കാനിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ ബാഗ് എടുത്തെറിയുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ആ ബാഗ് ഭയങ്കര പവർഫുൾ മാത്രമല്ല സേഫുമാണ്. ഞാൻ അവരുടെ കൂടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തെങ്കിൽ പോകുന്നു. എന്നിട്ട് ഞാൻ നേരെ വിട്ടത് നമ്മുടെ പ്രഭു ആൻഡ് സൺസിലോട്ടാണ്. ഇറ്റ്സ് എ ഗോ ടു പ്ലേസ് ഫോർ എനി ക്രാഫ്റ്റ് തിങ്സ്. ഇതിനാ ക്രാഫ്റ്റ് തിങ്സ് വാങ്ങിക്കാൻ പോയെന്നല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. പോണ വഴി എൻ്റെ ഫ്രണ്ടിനെ കയറി ഹായ് പറയാൻ പോയത്. പിന്നെ അവൻ്റെ വീട്ടിൽ കയറി ചോറൊക്കെ കൊണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നിട്ടുള്ള എൻ്റെ പരിപാടി പെയിന്റിങ്. നമ്മളിവിടെ അടുത്തായിട്ടൊരു 28 റൂംസിന്റെ ഒരു ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്. ഒരു ലൈക്ക് Airbnb അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ കൈൻഡ് ഓഫ് സെറ്റപ്പ്. ബിൽഡിങ്ങിന്റെ പണിയൊക്കെ ഏകദേശം തീരാറായി. പക്ഷേ ഞാൻ അതിനകത്ത് വെക്കാനുള്ള പെയിന്റിങ്സ് ഇതുവരെ വരച്ച് തീർത്തിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാൻവാസ് വാങ്ങിക്കാൻ പോയത്. ഇപ്പൊ ഏതാണ്ട് ഒരു 10 എണ്ണം ഞാൻ ഫിനിഷ് ചെയ്തു. ഒക്കെയുള്ളത് പണിപ്പുരയിലാണ്. പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹബി തിരിച്ച് എൻ്റെ വീട്ടിലെത്തി. പിന്നെ ഞാനും ഹബീബിയും മമ്മിയും കൂടെ ജിമ്മിൽ പോയി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു. എന്തൊക്കെയോ കുറച്ച് വർക്കൗട്ടും ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ 12th പാസ്സായ എൻ്റെ അനിയന് വൻ സ്വീകരണം, മാലയും ഗിഫ്റ്റും കേക്കും ഒക്കെ. ഇത് 99 മാർക്ക് കിട്ടിയോണ്ടൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ഇതാണിത്, മനസ്സിലായില്ലേ? ഒരു പടക്കത്തിന്റെ കുറവേ ഉള്ളായിരുന്നുള്ളൂ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ പോയി. അപ്പോൾ ബൈ ബൈ.